ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് DIY ക്രാഫ്റ്റ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മീഷോ ഹാളുമായിട്ടാണ്. അപ്പോൾ മീഷോയിൽ നിന്ന് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളമായി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകരം ഞാനിപ്പോൾ വേറൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും മസ്റ്റായിട്ടൊന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. മീഷോയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ട്രൈപോഡും അതുപോലെ ഈ റിംഗ് ലൈറ്റും ഒരുമിച്ച് വരുന്നൊരു പാക്കാണ്. 10 ഇഞ്ചിൻ്റെ LED റിംഗ് ലൈറ്റാണ്. അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഫോൺ ഹോൾഡർ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റൊട്ടേഷൻ ഹെഡും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിംഗ് ലൈറ്റിൻ്റെ സെൻട്രൽ ലൈറ്റാണ് ഫോൺ ഹോൾഡറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൺ ഹോൾഡർ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടറും കൂടെ ഉണ്ട്. പിന്നെ കണക്ടറിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അത്യാവശ്യം നല്ല പാക്കേജിങ്ങിനോട് കൂടിയിട്ടാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇത് 7 ഫീറ്റിൻ്റെ സ്റ്റാൻഡാണ്. നമ്മൾ കൊടുത്ത പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതുപോലെ താഴെ വെച്ച് നിവർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ സ്റ്റാൻഡായിട്ട് നിൽക്കും. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. അത് നമുക്കൊന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൂസാക്കിയിട്ട് നമ്മളെ ഹൈറ്റിനനുസരിച്ച് ഇതുപോലെ ഒന്ന് നീട്ടി കൊടുത്തിട്ട് നമ്മൾ ആ സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുക്കുക. അപ്പോൾ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ നീറ്റായിട്ട് നമുക്ക് എടുത്ത് വെക്കാനും പറ്റും. നമുക്ക് ഇതിൻ്റെ ഇവിടെ ചെറിയ സ്ക്രൂ കാണാം, അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൊട്ടേഷൻ ഹെഡ് നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് റിംഗ് ലൈറ്റും അതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഹോള് കാണാം. ആ ഹോളിലൂടെ റൊട്ടേഷൻ ഹെഡിൻ്റെ മുകളിലൊരു ചെറിയൊരു ആണി കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. നമുക്കപ്പോൾ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും. ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ്, അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലൈറ്റ്സും വരുന്നുണ്ട്. ഈ ലൈറ്റ്സ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാനുള്ള ബട്ടൺസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി 607 ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കുറച്ച് കിട്ടും. 542 രൂപയാണ് ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഓഫർ ടൈമിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് പേയ്മെൻറ്റിന് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ടാപ്പാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 എണ്ണം വരുന്ന ഒരു കോംബോ പാക്കാണ്. 2 ഇഞ്ച് വിടുത്തും അതുപോലെ തന്നെ 50 ഫീറ്റും, അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെ നമുക്ക് മീഷോന്ന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വാങ്ങിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി 120 ആയിരുന്നു എനിക്ക് എമൗണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ കിട്ടും. 94 വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടാപ്പ് ഡിസ്പെൻസറാണ്. ഞാനിപ്പോൾ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ക്വാളിറ്റി തോന്നിയതും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ഇഞ്ചിൻ്റെതാണ്. നമുക്ക് 1 ഇഞ്ചിൻ്റെതും വരുന്നുണ്ട്. അതായത് 2 ഇഞ്ച് ടാപ്പ് വെക്കാൻ പറ്റിയതും 1 ഇഞ്ച് ടാപ്പ് വെക്കാൻ പറ്റിയതും, അങ്ങനെ 2 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇഞ്ചിൻ്റെ ആണെങ്കിൽ റേറ്റ് ഒന്നും കൂടെ കുറയും. ഞാനിപ്പോൾ 2 ഇഞ്ച് വാങ്ങാൻ കാരണം നമുക്ക് 2 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ ടാപ്പും യൂസ് ചെയ്യാം, 2 ഇഞ്ചിൻ്റെ ടാപ്പും യൂസ് ചെയ്യാം. 1 ഇഞ്ചിൻ്റെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ ടാപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ചിൻ്റെ വാങ്ങിയത്. ഇതിപ്പോൾ ഇങ്ങനൊരു പാക്കിങ്ങിലാണ്, നല്ല പാക്കേജിംഗ് ആണ്. ഒരുപാട് കളേഴ്സിൽ നമുക്കിത് വരുന്നുണ്ട്. ഞാനിപ്പോൾ റെഡാണ് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബ്ലാക്ക്,
റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിലാണ് നമ്മൾ ടാപ്പ് വെക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ബ്ലേഡും കൊടുത്തിട്ടുണ്ട്. ചെയ്യുമ്പോൾ മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല കട്ടിലൊരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ സംഭവം, ഇതിൻ്റെ പേര് എനിക്ക് പറയാറില്ല. പക്ഷെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ താഴത്ത് വെച്ചാൽ തീരെ അനങ്ങത്തേ ഇല്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലത്തെ ആ ബ്ലാക്ക് റൗണ്ടിലുള്ള ആ ഭാഗം നമുക്ക് ഇതിന് എടുക്കാൻ പറ്റും. എന്നിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ടാപ്പ് വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ എമൗണ്ട് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 308 രൂപയും ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ 270. ആ റേറ്റിലാണ് വരുന്നത്. ഇതിപ്പോൾ 2 ഇഞ്ച് ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ ആണ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. P7000ൻ്റെ ഗ്ലൂ ആണ്. ഇപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അവരെല്ലാവരും യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. ഞാനും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ തന്നെയാണിത്. ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് മീഷോന്ന് വാങ്ങുന്നത്. ഇപ്പോൾ 110 ml കോംബോ പാക്കാണ്. 2 എണ്ണമാണ് ഒരു പാക്കിൽ വരുന്നത്. ഇതിൻ്റെ 4 എണ്ണം വരുന്നതും അതുപോലെ തന്നെ 3 എണ്ണം വരുന്നത് ഇതിൻ്റെ ചെറിയതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള 110 ml ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിന് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ 185 രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 179 രൂപയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രോഡക്റ്റും കൂടെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനെ ഓൾറെഡി ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പേപ്പർ കട്ടറിലാണ്, A4 ആണ് സൈസ് വരുന്നത്. ഇത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരുവിധം എല്ലാ പേപ്പേഴ്സും നമുക്ക് ഇതിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. A4 സൈസിലുള്ളതും അതിൻ്റെ താഴെയുള്ള സൈസിലുള്ള പേപ്പേഴ്സും നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ ഈ അറ്റത്ത് കാണുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പേപ്പർ വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി മുകളിൽ കാണുന്ന ഓറഞ്ച് പോലത്തെ ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മുകളിലോട്ട് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പേപ്പർ കട്ടായി കിട്ടും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് അതിൻ്റെ താഴെ പേപ്പർ വെച്ച് കൊടുക്കുക. ഇതുപോലെ കെയർഫുള്ളായിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പേപ്പർ കട്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 ബ്ലേഡും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ബ്ലേഡ് അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 265 രൂപയും അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ 234 രൂപയും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്